ഇനിയും ഇവിടെ ഇടപെടേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാര്യം ഇവിടെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. എനിക്കൊരു നിയമസഹായമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല. ABC റൂൾ പ്രകാരം ഒരു ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമാണ് ജീവിക്കുന്നത്. സുപ്രീം കോടതി പറയുന്ന ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു സ്ത്രീയെ 200 ആൾക്കാർ ചേർന്നിട്ട് 200ഓളം പേര് ചേർന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഒരാൾ പോലും അവരുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, എല്ലാവരും ഉള്ള വീട്, എന്നിട്ട് പോലും ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഒരാൾ ഇവിടെ ഇല്ലാത്തടത്ത് ഇവിടുത്തെ ഈ കുന്നത്തുനാട്ടിൽ എന്താണ്, ആരാണ് ഇവിടുത്തെ നിയമം നിയന്ത്രിക്കുന്നതെന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ അന്ന് ഞങ്ങളോട് ഒരാൾ ഇത്രയും ഞങ്ങളെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് ഒരു മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ വന്നപ്പോൾ അയാൾക്ക് നേരിടേണ്ടി വന്ന കൊടിയ ക്രൂരമർദ്ദനമാണ് അയാൾക്കേറ്റത്. അയാൾക്ക് നന്നോളം ആരാണെന്ന് എനിക്കറിയില്ല, നല്ല പരിക്ക് അയാൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും കൂടി ചേർന്ന് അയാളെ തൊഴിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ഇവിടെ കുന്നത്ത് ഇന്ത്യയിലുള്ള എല്ലാ നിയമം ഏതോ ഒരു പൗരനും അനുസരിച്ച് ജീവിക്കേണ്ടത്. കുന്നത്തുനാട്ടിലെ ജനങ്ങൾക്ക് മാത്രം നിയമമില്ലേ? അതെന്താണ്? അതൊന്നും നമുക്ക് ഇവിടെ ആരാ അപ്പോൾ ഇവിടെ നിയന്ത്രിക്കുന്നത് ആരാ? വേറെ ഏതെങ്കിലും രാജ്യത്തെ നിയമമാണോ ഇവിടെ ഈ കുന്നത്തുനാട്ടിൽ മാത്രം ഉള്ളത്? അത് പ്രത്യേകതരം രാജ്യമാണോ ഇവിടെ നടക്കുന്നത്? പ്രത്യേകതരം ഒരു രാജ്യമാണോ കുന്നത്തുനാട്? ഇവിടുത്തേന് മാത്രം ഒരു നീതി, സ്ത്രീകളെ ഉപദ്രവിക്കാം, കൊച്ചു പിള്ളേരെ വരെ റേപ്പ് ചെയ്യാമെന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയാം, സ്ത്രീകളെ സെക്ഷലി അബ്യൂസ് ചെയ്യാം. ഇതെല്ലാം ചെയ്താലും വീണ്ടും വീണ്ടും അവർക്ക് നടക്കാവുന്ന അത്രയ്ക്ക് മതില് പൊളിച്ചതിന് ശേഷം ഇവിടെ പുരുഷന്മാർ വന്ന് എന്തോ അശ്ലീലം കഴിഞ്ഞ ദിവസം ഒരുത്തന്റെ ഇവിടെ മതിലില്ല അടിച്ചു പൊളിച്ചിട്ട് ഇന്നലെ രാവിലെ ഞാനും സജിത്ര ചേച്ചിയും അജിത എന്ന് പറഞ്ഞ അവരും അജിത ചേച്ചിയും അവരുടെ കൊച്ചും കൂടി ഇവിടെ ഇരുന്നത് സ്കൂട്ടറിൽ വന്ന് ഒരുത്തനോട് ലൈംഗിക പ്രദർശനം നടത്തിയിട്ട് പോയി. അയാളുടെ വീഡിയോയും ഫോട്ടോയും ഉണ്ട്. അയാൾ എന്നെ ആക്രമണത്തിന് മുന്നിൽ നിന്നതിലൊരാൾ. അപ്പം അശ്ലീല പ്രദർശനവും നടത്തിയിട്ട് അവിടെ വന്നിട്ട് സ്കൂട്ടറിലിരുന്നിട്ട് കേട്ടത്. ഈ മതിൽ പൊളിച്ചിട്ടടുത്ത് ഞങ്ങൾ ഇന്നലെ പുറത്തിരുന്നപ്പം വെളിയിലോട്ട് റോഡ് കാണാമല്ലോ. അപ്പോൾ ഒരു സ്കൂട്ടറിൽ വന്നിട്ട് അശ്ലീല പ്രദർശനം നടത്തിയിട്ട് അയാളുടെ ഇവിടെ കാണിച്ചിട്ട് പോയി. അയാൾ നഗ്നതാ പ്രദർശനം, അശ്ലീല പ്രദർശനം അല്ല, നഗ്നതാ പ്രദർശനം നടത്തിയിട്ട് അയാൾ പോയി. ഇവിടെ വന്ന് പബ്ലിക്കായിട്ട് ഈ ഒരു സ്കൂട്ടറിൽ വന്നിട്ട്